ലെപ്പേർഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ലെപ്പേർഡ് ഈസ് ഹൈലി അഡാപ്റ്റീവ്, ഏറ്റവും സുന്ദരമായിട്ട് അഡാപ്റ്റീവ്. ഞാൻ ഏകദേശം 100ഓളം ലെപ്പേർഡ് ഞാൻ മയക്കുവെടി വെച്ച് ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അതിൽ ഒരു 3/4% എവിടെയാണെന്നറിയോ? നഗരങ്ങളിലാണ്. കോഴിക്കോട് ടൗൺ, കണ്ണൂർ, വടകര, ഈവൻ തിരൂർ പുലിമുട്ടിൻ്റെ ഉള്ളിൽ ഞാൻ പിടിച്ചിട്ടുണ്ട്. പുലിമുട്ട് ഏത് കടലിലേക്ക് നീണ്ടു കിടക്കുന്ന പുലിമുട്ട്. ഞാൻ പറഞ്ഞു പുലിമുട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്ന ക്രാബിനെയാണ്. ഞണ്ടിനെ മാത്രം കഴിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു 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 പുലിയാണ്. ഞണ്ടിനെ മാത്രം. അത് എത്രയോ കാലമായിട്ട് പുള്ളി നിൽക്കണം. ഒരാൾ ഒരു ഫിഷർമാൻ ഇങ്ങനെ പോകുമ്പോഴാണ് അയാൾ കാണുന്നത് ഈ ഇതിനിടയിൽ കൂടെ മടയിൽ കൂടെ ഒരാളിങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോഴാണ് അയാൾ അറിയുന്നത്. ഇന്നും ഭയങ്കര പാനിക്ക്. സോ ഹൈലി അഡാപ്റ്റബിൾ ആണ്. സോ ദേ കൻ ലീവ്. അപ്പം ഇവിടെ ഈ ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ പട്ടിയുണ്ട്. ഇത് കല്ലായി ഏരിയയിൽ. അപ്പം ഇവൻ പട്ടിയടിക്കാം. രാത്രി ഈ പഴയ പൊളിഞ്ഞ ബിൽഡിങ്ങിൻ്റെ അതിനൊരുപാട് ഉള്ളറകളൊക്കെ ഉണ്ട്. ഇത് ഈ പഴയ പോഴ്സലൈൻ ഫാക്ടറിയിൽ അവിടേക്ക് ഇരിക്കും. പകൽ വരും, പട്ടിയടിക്കും. പട്ടിയുടെ പരിപാടി വരുമ്പോൾ ആൾക്കാർ പറഞ്ഞു പട്ടി പോയല്ലോ, ഇവിടെയുള്ള സ്ട്രേ ഡോഗ്സ് എല്ലാം പോയല്ലോ, ഇയാളാണ് അടിക്കുന്നത്. ആരും അറിയുന്നില്ല. വൺ ഫൈൻ ഡേ ഹി വാസ് എക്സ്പോസ്ഡ്. പട്ടി കുറയുന്നു, പുള്ളിക്ക് ഏരിയ കൂടേണ്ടി വരുന്നു, കാണപ്പെടുന്നു. ആൾക്കാർ ഓടിക്കുന്നു, പിടിക്കുന്നു, നമ്മൾ വരുന്നു, മയക്കുടിച്ച് പിടിക്കുന്നു. അത് ലെപ്പേർഡ് ഈസ് ഹൈലി അഡാപ്റ്റഡ്. ലെപ്പേർഡ് അറ്റാക്ക് വളരെ കുറവാണ്, എക്സെപ്റ്റ് ഇൻ സം പ്ലേസസ് ലൈക്ക് ലാസ്റ്റൊക്കെ നടന്ന നമ്മൾ ഇവിടെയുള്ള തമിഴ്നാട് അവിടെയുള്ള ചില സ്ഥലങ്ങളിൽ, പക്ഷേ വാൽപ്പാറയിൽ. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ പൂനെ പോലുള്ള സ്ഥലങ്ങളിലാണ്. അവിടെ എന്ന് പറഞ്ഞാൽ പ്രേ പോപ്പുലേഷൻ ഇല്ല, കാടുണ്ട്, പ്രേ ഇല്ല. എല്ലാത്തിനും ആൾക്കാർ ശാപ്പെട്ടു, പ്രേ ഇല്ല. കോഴിക്കോട് കല്ലായി അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരേ സ്ഥലത്ത് തന്നെ ഞാൻ 4 ലെപ്പേർഡിനെ പല ടൈമിലായിട്ട് പിടികൂടിയിട്ടുണ്ട്. ഒരു പഴയ ഒരു ക്ലേ ഫാക്ടറിയാണ്, ഒരു അടഞ്ഞു കിടക്കുന്ന, അതായത് കല്ലായി പുഴയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ക്ലേ ഫാക്ടറി. അപ്പോൾ അതിന് ഭയങ്കര ഇൻട്രിഗ്യൂയാണ്. പുലി എന്ന് പറഞ്ഞാൽ ഹൈലി ആണ്. ബാംഗ്ലൂർ സിറ്റിയിൽ പുലിയുണ്ട്, പല സ്വിയേജസിലും ഉണ്ട്. ഓക്കെ, നിങ്ങൾ അറിയാത്ത പല സ്ഥലങ്ങളും. പുലി ഈസ് എ ഹൈലി അഡാപ്റ്റബിൾ സ്പീഷീസ്. അപ്പം മെയിൻലി പുലി ഡിപ്പെൻഡ് ചെയ്യുന്ന ചെറിയ പ്രേയാണ്. അതായത് വലിയ കാട്ടുപോത്തിനൊന്നും പുലിക്ക് പിടിക്കാൻ പറ്റില്ല. കാട്ടുപോത്ത് പിടിച്ച പുലിയെ കണ്ട് നോക്കുമ്പോൾ റേബീസാണ്, പേവിഷബാധയാണ്, പോയിട്ട് അറ്റാക്ക് ചെയ്താണ്. സോ ചെറിയ ബാക്കിംഗ് ഡിയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ലെപ്പേർഡും മറ്റേ സ്പോട്ടഡ് ഡിയറും വലുതിനൊന്നുമില്ല, ചെറുതിനെ ഒക്കെ പിടിച്ചിട്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അപ്പം ഇയാൾ അധികം നിൽക്കുന്നത് ഈ എസ്റ്റേറ്റ് പോലുള്ള സ്ഥലങ്ങളിലാണ്. ഇത് ടി എസ്റ്റേറ്റ്, അവിടെയൊക്കെ ചെറിയ ആനിമൽസ് ഒരുപാടുണ്ടാവും. എസ്പെഷ്യലി കൂരമാൻ പോലുള്ള, ബാർക്കിംഗ് ഡിയർ പോലുള്ള ഇഷ്ടം പോലെ ആനിമൽ അവിടെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നല്ല കാട്ട് കയറി കഴിഞ്ഞാൽ അവിടെ വേറെ ആളുണ്ട്. ഏത്? അപ്പെക്സ് പ്രെഡേറ്റർ, ടൈഗർ. അവിടെ നിൽക്കില്ല. അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. ഒരു സമയത്ത് നമുക്ക് നോക്കുമ്പം ലെപ്പേർഡിൻ്റെ ഫോട്ടോഗ്രാഫാണ്. ഞങ്ങൾ ടൂറിസ്റ്റുകൾ കാട്ടിൽ പോകുമ്പോൾ അവർ ആനിമലിനെ കണ്ട ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇത് തരും, ഇത് കാണിച്ചു തരും. അപ്പോൾ ഞങ്ങളത് ഇത് പ്രിൻ്റ് അവർ പണ്ടൊക്കെയാണ് പ്രിൻ്റ് തരും, ഇല്ലെങ്കിൽ നമ്മൾ ഡിജിറ്റൽ കോപ്പി എടുത്ത് വെക്കും. അപ്പോൾ ഒരു സമയത്ത് നോക്കുമ്പോൾ ഒരുപാട് ലെപ്പേർഡിൻ്റെ, പോകുന്നവർക്കെല്ലാം ലെപ്പേർഡിൻ്റെ ഫോട്ടോ. ഓക്കെ, അപ്പം എല്ലാവരും പറഞ്ഞ് ലെപ്പേർഡ് പോപ്പുലേഷൻ എക്സ്പ്ലോഡ് ചെയ്തിട്ടുണ്ട്, സൂക്ഷിക്കണം, എന്താ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ഫോട്ടോസ് എല്ലാം നിരത്തി വെച്ച് നോക്കുമ്പോൾ ഒറ്റ പാറ്റേൺ പ്രൊഫൈലായിരുന്നു വരുന്നത്. എല്ലാ ഫോട്ടോയും ലെപ്പേർഡ് എവിടെയാണ്? മരത്തിൻ്റെ മുകളിൽ. ഓക്കെ, ലെപ്പേർഡ് താഴെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കിട്ടണേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൽ ക്യാമോഫ്ലാഷിംഗ് ആണ്, നിങ്ങൾക്കൊരു ഫോട്ടോ എടുക്കണേ ഭയങ്കര. ഇതെല്ലാം മരത്തിൻ്റെ മുകളിലുകൊണ്ടാണ് ഇവർക്ക് കിട്ടി. എന്തുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ? അവിടെയാണ് ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ ആഫ്രിക്കയിലെ മോഡൽ. ആഫ്രിക്കയിൽ ലയണും ഉണ്ട്, ലെപ്പേർഡും ഉണ്ട്. ലെപ്പേർഡ് ഈ സാധനത്തിൽ പിടിച്ച് കഴിഞ്ഞാൽ നേരെ കയറുക മരത്തിൻ്റെ മുകളിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ടോപ്പ് പ്രിഡേറ്റേഴ്സ് ഒക്യുപ്പൈഡ്, താഴെ നിൽക്കുക, ലയണിന് കയറാൻ പറ്റില്ല. ഇവിടെ ടോപ്പ് പ്രിഡേറ്റർ കയറിയതോടെ ഇവൻ്റെ സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ മാറി. യു ഗോ ടു ടോപ്പ്, സോ ദാറ്റ് പീപ്പിൾ ഗെറ്റ് മോർ ഫോട്ടോസ്. ടൈഗർ പക്ഷേ കയറാറുണ്ടെന്നല്ലേ? റെയറായിട്ട് കയറാൻ പറ്റില്ല. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വ്യത്യാസമുണ്ട് ടൈഗറിൻ്റെ. ഫ്രണ്ടിലേക്ക് കയറാൻ പറ്റില്ല, ഇത് വെച്ചിട്ട് കയറാൻ പറ്റില്ല. അതാണ് സംഭവിക്കുന്നത്. അതേ സമയത്ത് പുറത്തുള്ള കാടുകളിൽ, ചെറിയ കാടുകളിൽ ടി എസ് ടി ഒരുപാടുണ്ട്, സുഖമായിട്ട് സ്നീക്കി നിൽക്കാം. ഇത് നഗരങ്ങളിലേക്ക് ഇറങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ കാട്ടിൽ നിന്നുള്ള പുഴ വരുന്നത്. ഈ പുഴയ്ക്ക് ഒരു എക്കോളജി ഉണ്ട്, റിപ്പയറിങ് എക്കോളജി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പുഴ സാധാരണ ഇത്ര സ്ഥലം നമ്മൾ കയ്യേറാറില്ലല്ലോ. ഈ റിപ്പയറിങ് എക്കോളജിയുടെ പാർട്ടായിട്ട് ചെറിയ ഇതുണ്ട്, മൊയലുകൾ, ഈ സാധനങ്ങളുണ്ട്. ഇവനിവിടെ കയറും, ആ പുഴയുടെ തുടക്കത്തിൽ അവിടെ കുറച്ചു കാലം സെറ്റിൽ ചെയ്ത് അവിടെ അടിക്കും. അപ്പം തീരും, റിസോഴ്സ് തീരും. അപ്പം എന്ത് ചെയ്യും? അടുത്ത സ്ഥലത്തേക്ക് മാറും. അങ്ങനെ മൂവ് ചെയ്ത് എല്ലാ പുഴകളും എവിടെ എത്തുക? കടലിൽ. എല്ലാ പുഴ കടലിനും ചെയ്തെടുത്ത് എന്താ ഉണ്ടാവുക? നഗരം അല്ലേ? പുഴ കടലിനടുത്ത് ചെയ്യുന്നതാണ് സിറ്റീസിൽ നിൽക്കുന്നത്. വടകരയായാലും കണ്ണൂരായാലും കോഴിക്കോടായാലും എവിടെ കടൽ, കൊച്ചി ആയാലും
അവിടെ തീർന്നു, അവൻ്റെ മൂവ്മെൻറ്റ് തീർന്നു. ബിക്കോസ് ഈ ടൈമിങ്ങിന്റെ ആസ്പെക്ടിൽ തന്നെ ഈ ആനയുടെ കാലുകളിലേക്ക് നോക്കുക, ഈ ടൈം ചെയ്യുന്ന ആനകളുടെ കാലിലേക്ക് നോക്കുക, നമുക്ക് ഒരുപാട് പാടുകൾ കാണാൻ കഴിയും. ഈ ടൈമിങ്ങിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇഞ്ചുറീസ് ഇങ്ങനെ നടത്തുന്നു എന്നൊരു അല്ല, ടൈമിംഗ് എന്നല്ല, നിങ്ങളെ ആനിമലിനെ എങ്ങനെ മെരുക്കുന്നു എന്നുള്ളതാണ്. അത് ടൈമിംഗ് നമുക്ക് ആക്കുവാണെങ്കിൽ, ടൈമിംഗ് എന്ന് പറഞ്ഞാൽ എലഫൻ്റെ കേസിൽ ഞാൻ പറയാം, ഡൊമസ്റ്റിക്കേഷൻ പറ്റില്ല, ടൈമിങ്ങേ പറ്റുള്ളൂ. അതിന് കൃത്യമായിട്ട് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും, കാരണം ഞാനിത് ചെയ്തിട്ടില്ല വ്യക്തിയാണ്. ഐ കോട്ട് സെവറൽ വൈൽഡ് ആനിമൽസ്. എനിക്ക് ഒറ്റ മോർട്ടാലിറ്റി പോലും ഉണ്ടായിട്ടില്ല സക്സസ്ഫുള്ളായിട്ട്. ഇതിന് ഞങ്ങളുടെ ആ മെത്തേഡ് ഒരുപാട് അഡാപ്റ്റ് ചെയ്തു ആൾക്കാർ, ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയാണ്. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഒരു വൈൽഡ് ആനിമലിനെ മെരുക്കാം. ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സർക്കസ് കാണുമ്പോൾ നിങ്ങൾക്ക് ആനിമലിനെ അടിച്ച് എല്ലാവിധ ഭേദ്യങ്ങളും ചെയ്ത് അതിൻ്റെ മൊറൽ ഡൗൺ ആക്കി ഹി നോസ് ഹീസ് ഗോയിങ് ടു ഡൈ സക്കും ചെയ്യാണ് നിങ്ങളെടുത്ത്. ദെൻ നിങ്ങൾ അതിനെ ടേക്ക് ഓവർ ചെയ്യാണ്, നിങ്ങൾ കൺട്രോൾ ചെയ്യണം. ബൈ പെയിങ്, ബൈ ഇൻഫ്ലിക്റ്റിംഗ് ഫിയർ, ബൈ ഇൻഫ്ലിക്റ്റിംഗ് ഇൻസെക്യൂരിറ്റി. ദാറ്റ് ഈസ് നെഗറ്റീവ്. ഈസി. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വേറൊരു രീതിയുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഒരാനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ അപ്രിസിയേഷൻ ഞങ്ങൾക്ക് എല്ലാ വേൾഡിൻ്റെ പല ഭാഗങ്ങളിലും കിട്ടിയിട്ടുണ്ട്. ആൾക്കാർ നമ്മളെപ്പോഴും ദേഷ്യപ്പെടും. നമ്മളൊരു ആന കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ക്രോൾ എന്ന് പറഞ്ഞ സാധനത്തിലിടുക. ഓക്കെ, 12 അടി ഇൻറ്റു 12 അടി യൂക്കാലിപ്റ്റസ് ഉണ്ടാക്കുക. അങ്ങനെ വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. എന്ന് പറഞ്ഞാൽ 4 വലിയ പില്ലേഴ്സ് ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് ഈ 2 പില്ലേഴ്സ് ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മളിങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുക. കെട്ടൊന്നുമില്ല, ഒരു കെട്ടുമില്ല. അപ്പോൾ ആനയെ കയറ്റി നമ്മൾ അകത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെല്ലാം മാറും. നമ്മൾ ഒരാളും നിൽക്കില്ല. ഓൺലി ഇതിൻ്റെ പാപ്പാൻ ആവാൻ പോകുന്ന ആൾ മാത്രം, അയാൾ മാത്രമേ നമ്മൾ നിർത്തുള്ളൂ. അവിടേക്ക് ആർക്കും പ്രവേശനമല്ല, ഇൻക്ലൂഡിങ് മീ. ഒരു ഇഞ്ചുറി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോവോ നോക്കോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുള്ളൂ. ഞാൻ പോകില്ല. മസല കെട്ടിയിട്ട് 4 കാലും കെട്ടിയിട്ട് ആ പരിപാടിയില്ല. ഹുക്കില്ല ഞങ്ങളുടെ ക്യാമ്പിൽ, ഓൺലി ചെറിയൊരു വടി മാത്രമേ കയ്യിലുള്ളൂ. ഓക്കെ, ക്യാമ്പല്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇയാൾ മാത്രമായിരിക്കും. അപ്പം നമ്മൾ ഇയാളോട് പറയും, ഇയാൾക്ക് ആദ്യം ഇൻസ്ട്രക്ഷൻ കൊടുക്കും ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇയാളോട് പറയും, നമ്മൾ ആദ്യം പറയും സംസാരിക്കാൻ പറയും. അപ്പോൾ ഇയാളിങ്ങനെ ആനയോട് സംസാരിക്കും. ആനയെ അങ്ങനെ ഒരു പേരൊക്കെ ഇട്ടുണ്ട്, അപ്പോൾ പേര് വിളിക്കും. അങ്ങനെ ഇതിങ്ങനെ ശ്രദ്ധിക്കും, ഇയാളെങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു എന്താ പറയുക, വോക്കൽ കോൺടാക്റ്റ് ഉണ്ടാവുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നു, ഇത് ഇയാൾ കുറേ പറയുന്നത്, കുറച്ച് കരിമ്പ് കൊടുക്കും, ഫുഡ് കൊടുക്കുന്നു. അപ്പോൾ ഇയാൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇയാൾ എനിക്ക് ഭക്ഷണം തരുന്നു, എന്നോട് പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ ആനിമൽ റെസ്പോണ്ട് ചെയ്യും, ആനിമൽ മൂളും. അപ്പോൾ ഞാൻ ക്യാമ്പിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പല ആനയോട് നിങ്ങൾ സംസാരിച്ചാൽ അത് മൂളും. അവിടെ മെമ്മറി ഇല്ല. യെസ്, ഓക്കെ. അത് നമ്മൾ കൂട്ടിക്കൊണ്ടിരുന്നു. കൂട്ടിക്കൊടുപ്പോൾ അകത്ത് കയറാൻ പറ്റില്ല. ഇതിനകത്ത് കിടക്കാം, ആനിമലിന് കിടക്കാം, നിൽക്കാം. ഒരു മറ്റേ ഇതിന്ന് കുളിപ്പിക്കുന്നു, ഹോസ് വെച്ച് കുളിപ്പിക്കുന്നു, ഹോസ് വെച്ച് വെള്ളം കൊടുക്കുന്നു, ഫീഡ് ചെയ്യുന്നു, ഇടയ്ക്കിടയ്ക്ക് സ്വീറ്റായിട്ട് കൊടുക്കുന്നു, ഇത് നമ്മൾ കരിമ്പ് പൊട്ടിച്ച് കൊടുക്കുന്നു. പിന്നെ സെക്കൻഡ് ഫേസ് നമ്മൾ തൊടുന്നു. ഓക്കെ, ഹിയറിങ് കഴിഞ്ഞു, ടച്ച്. അപ്പം എല്ലാ ചപ്പ് കൊണ്ട് തട്ടും. ഇതിങ്ങനെ അകത്തേക്ക് കയറാണ്ട് ചപ്പ് കൊണ്ട് തട്ടും. അപ്പോൾ ആനിമൽ ഒരു സുഖമുള്ള സംഭവമാണ്. ആനിമൽ നിൽക്കും. അത് കഴിഞ്ഞ് നമ്മൾ സ്ക്രബ് ചെയ്യും, ഇങ്ങനെ ചകിരി കൊണ്ട് ഇത് ചെയ്യും, വെള്ളം വെച്ചിട്ട് ചകിരി കൊണ്ട് കഴുകും. അപ്പോൾ ടച്ച് വരുമ്പം ബോണ്ടേജ് കുറച്ചുകൂടെ സ്ട്രോങ് ആവുകയാണ്. ഓക്കെ, ഇങ്ങനെ ഇവർ തമ്മിലുള്ള ബോണ്ടേജ് കൂട്ടിക്കൊണ്ടിരിക്കുക ചെയ്യും. ഈ ഫേസിൽ തീരെ ഭേദ്യമില്ല. ഇത് ഒരു ബോണ്ട് കൂട്ടുന്നു, ഭക്ഷണം കൊടുക്കും. പിന്നെ നമ്മൾ കോൺസെൻട്രേറ്റിലേക്ക് പോകും. കോൺസെൻട്രേറ്റ് ടേസ്റ്റാണ്. ഇത് ഗോതമ്പ് മറ്റേ ഇതെല്ലാം കൂടെ ചേർത്ത് ചെറുപാരെല്ലാം കൂടെ പുഴുങ്ങി ഇച്ചിരി ഉപ്പും വെച്ച് കൊടുക്കുമ്പോൾ ഇറ്റ്സ് എ ടേസ്റ്റി ഫുഡ്. ഈസ് എൻജോയ്സ് ദ ഫുഡ്. ഓക്കെ, ഈ ബോണ്ട് കൂടി വരുന്നു. ആ അടുത്ത വർഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇവർ നമ്മളെ ബോണ്ടേജ് കൂടുന്നു, ഇവരെ ക്ലീൻ ആക്കിക്കൊണ്ടിരുന്നു. അപ്പം പേടി മാറി, കുറേശ്ശെ ബോണ്ടിങ് വന്നു തുടങ്ങി. ദെൻ സെക്കൻഡ് ഫേസിലാണ് നമ്മളെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിനിടയ്ക്കൂടെ കളയിടും. ഞാൻ പറയല്ലേ, ഇടയ്ക്കൂടെ കളയിട്ടിട്ട് ഇയാൾ ഇറങ്ങും ഇതിനകത്ത്. അപ്പം അടുത്തായി, കുറച്ചുകൂടെ അടുത്തായി. മറ്റത് ഇയാൾക്ക് വേണേൽ ആനിമൽ മാറാൻ പറ്റും. ഇവിടെ നിന്നിട്ട് ഇയാൾ സ്ക്രബ് ചെയ്യുന്നു, ആനിമലിൻ്റെ പേര് വിളിക്കുന്നു, ചെറിയ കാല് പൊക്കാൻ പറയുന്നു, ഉറച്ചുകൊണ്ട് കാല് പൊക്കാൻ പറയുന്നില്ല, മെല്ലെ തട്ടി കൊടുക്കും, കാല് പൊക്കും, ഒരു കരിമ്പ് കൊടുക്കും, അവിടെ റിവാർഡ്സ് കൊടുക്കുന്നു. ഇതിന് പാവലസ് എക്സ്പെരിമെൻ്റ് ആണ്. ഇത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. സെയിം. ഇത് കണ്ടീഷൻ ചെയ്ത് ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്ക് ഇവർ തമ്മിൽ തിക്ക് ബോണ്ടിങ് ആയി. ഇത് ശരിക്കും എങ്ങനെയാണ്, സ്നേഹം കൊണ്ടാണ് ഇല്ലെങ്കിൽ ഹെൽപ്ലെസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി ബോത്ത്. അത് കഴിഞ്ഞാൽ മുകളിലൊരു കയറ് കിട്ടും. ഈ കയറിലൂടെ പിടിച്ച് ഇയാൾ ആനയുടെ പുറത്തൂടെ നടക്കും. അപ്പോൾ നമുക്കറിയാം, ആനിമൽ വേണമെങ്കിൽ ആനിമൽ കുലുക്കിയിടാം, തുമ്പി കൊണ്ട് പിടിക്കാം, ഹൈ റിസ്ക് ആണ്. ഫൈനലി നമ്മൾ ഈ കഴ ഇത്രയും വെട്ടിയിട്ട് ഇയാൾ അതിനകത്ത് ഇറങ്ങുകയാണ്. ഇറ്റ്സ് എ ക്രൂഷ്യൽ പോയിന്റ്. ആ സമയത്ത് ഞങ്ങളെല്ലാം ഉണ്ടാവും. കാരണം പറഞ്ഞാൽ
എന്ത് വേണേൽ സംഭവിക്കും. ഹി ഗോസ് ഇൻ, അയാൾ ഇറങ്ങുന്നു, ആനയെ വിളിക്കുന്നു, നമ്മൾ പിടിച്ചിട്ടുണ്ടാവും അയാളെ, പിന്നെ പെട്ടെന്ന് വലിച്ചിടും. ഡെത്ത് ഗെയിമാണ്. അങ്ങനെ അയാളിപ്പം മിക്ക എലഫൻസും വളരെ കാമായിരിക്കും. ഫെമിലിയാരിറ്റി ഉണ്ട്. അങ്ങനെ അറിയാം, അവൻ തിരിയുന്നു, നിൽക്കുന്നു, കൊമ്പിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. പിന്നെ ഇയാൾ കൂട്ടിലകത്ത് കയറിയിട്ടാണ് കുളിപ്പിക്കലും. ഈ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഇതിനോട് സംസാരിക്കുമെന്ന്, ഇതിനൊരു സയന്റിഫിക്കലി നോക്കുമ്പോൾ ഇതിന് നമ്മുടെ ഭാഷ മനസ്സിലാകില്ല. വേണ്ട, നിങ്ങളുടെ ശബ്ദം മതി. ഓക്കെ, എക്സാക്ട്ലി. നിങ്ങൾ ഡോഗ് നിങ്ങൾ മലയാളം മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ അനുസരിക്കുന്നത്? ഇപ്പോ ഇത് ആക്രമിക്കുമെന്നുള്ള പേടി കൊണ്ടാണ് ആദ്യം പറഞ്ഞ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റില്. പോസിറ്റീവില് നമ്മൾ ഈ സംസാരിക്കുന്ന രീതി കൊണ്ടാണോ അതോ വാക്കുകൾ കൊണ്ടാണോ, എന്താണ്? ശബ്ദത്തിൽ നമുക്ക് ശരിക്കും ആനയോട് നമ്മൾ വളരെ ചൂടായിട്ട് സംസാരിക്കുന്നതും കാമായിട്ട് സംസാരിക്കാൻ തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, നമ്മൾ വാക്കുകൾ അറിയാൻ പറ്റും. വാക്കുകൾ, അതിന്റെ ഡെപ്ത്, അതിന്റെ എന്താ പറയുക, ടോൺ, whatever. ഹ്യൂമൻ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റുമോ? ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് എനി ഡോഗ്. നിങ്ങൾ ഈവൻ ബിക്കോസ് വി കം ഫ്രം എ ലാൻഡ് വെയർ ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ഒരു ആനയ്ക്ക് ഗോഡ്ലി ഒരു ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞൊരു ഒരു ഭയങ്കര ഒരു ഹൈ പെഡസ്റ്റലിൽ വെച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ് എന്നാണ്. എനിക്ക് അങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്യാൻ താല്പര്യമില്ല. ഐ ബിലീവ് ഇൻ ഫിസിയോളജി ആൻഡ് ഐ ബിലീവ് ഇൻ സയൻസ്. ഓക്കെ, സോ ഇൻ ദറ്റ് പോയിന്റ് ഓഫ് വ്യൂ, ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളൊരു പട്ടി വേണ്ട, നിങ്ങൾ ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്, നിങ്ങൾ ഒരു പട്ടി നിങ്ങൾ ഓടിക്കാന്ന് വെച്ചു. നിങ്ങൾ നോക്ക്, പരിണാമം വായിച്ചിട്ടുണ്ടോ? MP നാരായണപിള്ളയുടെ ഒന്ന് വായിച്ചു നോക്കൂ, ഭയങ്കര രസമാണ്. അയാൾ ഭയങ്കര ഭംഗിയായിട്ട് ആനിമൽ ബിഹേവിയർ പറയുന്നുണ്ട്. നിങ്ങൾ ആനിമൽ നിൽക്കണ ആദ്യം നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന വരുന്ന ആൽഫ മെയിലായിരിക്കും. ഓക്കെ, ഹി ലീഡ്സ് എ പാക്ക്. നിങ്ങൾ അനങ്ങാണ്ട് സ്റ്റബേൺ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഹി ഗെറ്റ് എ ക്ലൂ, ഇയാളുടെ അടുത്ത് എൻ്റെ ഇത് വില പോവില്ല. അവൻ ബിഹേവിയർ മാറ്റും. ഓക്കെ, കുറച്ചുകൂടി ഇതാവും, അഗ്രസീവ് ആവും, നോക്കും, പല്ല് കാണിക്കും, നിങ്ങൾ അനങ്ങാണ്ട് നിൽക്കും. ഓക്കെ, കുറച്ചുകൂടെ കഴിയുന്നു, നിങ്ങളുടെ ഡോമിനൻസ് അതിന് ഫീൽ ചെയ്യും. ഇതിനൊന്നും ശബ്ദം വേണ്ട, ഒന്നും വേണ്ട, നിങ്ങളുടെ പോസ്ചർ മാത്രം. ഇതിനെ ടൈഗറും ചെയ്യുന്നു. നിങ്ങൾ തിരിഞ്ഞോടിക്കഴിഞ്ഞാൽ അടിക്കുന്നു. നിങ്ങൾ സ്റ്റാൻഡ് സ്റ്റിൽ ചെയ്യുന്നു, ഹൈറ്റ് ആവുന്നു, ഈസ് എ മാൻ, സംതിങ് ഈസ് എ ത്രെറ്റ് ടു മീ. ഇതിന് വേറെ ഇത് വേണ്ട, ലാംഗ്വേജ് വേണ്ട, ഇവൻ ലാംഗ്വേജ് പോലും വേണ്ട. യുവർ ബോഡി പോസ്ചർ മതി, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മതി. ഈവൻ നിങ്ങളുടെ സ്മെല്ല് പോലും, മേ ബി നിങ്ങളുടെ ഫെറമോൺസ് പോലും മാറുന്നുണ്ടാവുമായിരിക്കും. പേടിയിലിപ്പം നിങ്ങളുടെ സ്മെല്ല് മാറുമായിരിക്കും. ദേ ക്യാൻ ജഡ്ജ് ഇറ്റ്. They have more perception.